എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേജ് 59 പ്രവർത്തനങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഇൻ ദ പിക്ചർ ആൻഡ് ഓൾസോ ആംഗിൾസ് ബിറ്റ്വീൻ ദ ഡയഗണൽസ്. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. പിന്നെ ഈ ഡയഗണൽ വികരണങ്ങൾക്കിടയിലുള്ള ആംഗിളും കണ്ടുപിടിക്കണം. ടെക്സ്റ്റിലെ അതേ ചിത്രം ഞാൻ വരച്ചു. ഈ ക്വാഡ്രിലാറ്ററലിന് ഞാനൊരു പേര് കൊടുത്തു, ABCD. ഇനി നമുക്ക് ആദ്യം ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓരോ ആംഗിളും കണ്ടുപിടിക്കാം. അപ്പോൾ ABCD എന്ന ചതുർഭുജത്തിൻ്റെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു സൈഡാണ് BC. ഈ BC ഈ വൃത്തത്തിൻ്റെ എന്താണ്? കോഡ് അഥവാ ഞാണാണ്. ഈ BC എന്ന കോഡ് ഈ വൃത്തത്തെ ഒരു വലിയ ഭാഗമായും ചെറിയ ഭാഗമായും മുറിക്കുന്നു. നിങ്ങൾ ഈ വലിയ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കോഡിൻ്റെ അറ്റങ്ങൾ ഈ വലിയ വൃത്തഭാഗത്തിലെ ഒരു പോയിൻ്റായ ഡിയുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ BDC. ഈ ആംഗിൾ BDCയും അതേപോലെ തന്നെ ഈ വലിയ വൃത്തഭാഗത്തിലെ ഒരു പോയിൻ്റാണ് A. ഈ എയുമായി ഈ കോഡിൻ്റെ അറ്റങ്ങളായ ബിയും സിയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ BACയും തുല്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരേ വൃത്തഭാഗത്തിലെ കോണുകളെല്ലാം തുല്യമാണ്. അപ്പം കോൺ BDCയും കോൺ BACയും തുല്യമാണ്. കോൺ BDC 50 ഡിഗ്രി ആയതുകൊണ്ട് കോൺ BACയും അപ്പോൾ എത്രയായിരിക്കും? 50 ഡിഗ്രി. നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ BDC ആൻഡ് ആംഗിൾ BAC മെയ്ഡ് ബൈ കോഡ് BC ആർ ഈക്വൽ. അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ BDC 50 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ BACയും എത്ര തന്നെയാണ്? 50 ഡിഗ്രിയാണ്. ഒരേ വൃത്തഭാഗത്തിലെ കോണുകളെല്ലാം തുല്യമാണ് എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ മിക്ക ആംഗിൾസും കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡ് CD ഒന്ന് നോക്കിക്കേ. CD ഈ വൃത്തത്തിൻ്റെ കോഡ് അല്ലെങ്കിൽ ഞാണാണ്. ഈ CD ഈ വൃത്തത്തെ ഒരു വലിയ ഭാഗവും ചെറിയ ഭാഗവുമായിട്ട് മുറിക്കുന്നു. അപ്പോൾ ഈ കോഡ് CDയുടെ അറ്റങ്ങളായ Cയും Dയും ഈ വലിയ വൃത്തഭാഗത്തിലെ A എന്ന പോയിൻറ്റുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ CAD. അതേപോലെ തന്നെ ഈ വലിയ വൃത്തഭാഗത്ത് B എന്ന പോയിൻറ്റുമായി Cയും Dയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ CBD. ഈ രണ്ട് കോണുകളും ഈ കോണും തുല്യമാണ്. അപ്പോൾ ആംഗിൾ CBD 45 ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ CADയും എത്ര തന്നെയാണ്? 45 ഡിഗ്രി. നമുക്ക് ഇത് എഴുതിയതുപോലെ തന്നെ എഴുതാം. ആംഗിൾ CAD ആൻഡ് ആംഗിൾ CBD made by code CD are equal. നമുക്കിവിടെ CBD അല്ലേ 45 തന്നത്, അപ്പോൾ CADയും എന്ത് തന്നെയാണ്? 45. ആംഗിൾ CAD ഈക്വൽ ടു 45. ഇനി AD എന്ന കോഡ് വൃത്തത്തെ ചെറിയ വൃത്തഭാഗവും വലിയ വൃത്തഭാഗവുമായി മുറിക്കുന്നു. ഈ വലിയ വൃത്തഭാഗത്തിലെ B എന്ന പോയിന്റിൽ ADയുടെ അറ്റങ്ങൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ABDയും പിന്നെ ഏത് ആംഗിളായിരിക്കും? C എന്ന പോയിന്റിൽ AD എന്ന ഞാണിൻ്റെ കോഡിൻ്റെ അറ്റങ്ങൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ACDയും തുല്യമാണ്. അപ്പോൾ ആംഗിൾ ACD 30 ആവുമ്പോൾ ആംഗിൾ ABDയും എത്രയാണ്? 30.
അപ്പോൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ നമുക്ക് എഴുതാം ആംഗിൾ എ ബി ഡി ആൻഡ് ആംഗിൾ എ സി ഡി മെയ്ഡ് ബൈ കോഡ് എ ഡി ആർ ഈക്വൽ. അപ്പം നമുക്ക് ആംഗിൾ എ സി ഡി 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എ ബി ഡി എത്രയാണ്? 30. ഇനി എ ബി എന്ന കോഡ് ഈ വൃത്തത്തെ 2 ഭാഗങ്ങളായി മുറിക്കുന്നു. ഒരു വലിയ വൃത്തഭാഗവും ചെറിയ വൃത്തഭാഗവും. ഈ വലിയ വൃത്തഭാഗത്തിലെ ഡി എന്ന പോയിന്റുമായി എ ബി എന്ന കോഡിൻ്റെ അറ്റങ്ങളായ എയും ബിയും യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഈ ആംഗിളും സി എന്ന പോയിന്റിൽ ഈ ഞാണിൻ്റെ കോഡിൻ്റെ അറ്റങ്ങൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എ സി ബിയും തുല്യമാണ്. പക്ഷേ ഈ 2 ആംഗിളും നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല അല്ലേ. അപ്പം നമുക്ക് കിട്ടിയ ആംഗിളൊക്കെ ആദ്യം എഴുതാം. ആംഗിൾ എ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 45ഉം 50ഉം കൂട്ടിയ 95 അല്ലേ. 5 5 4 9. അതേപോലെ ആംഗിൾ ബി എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 5 75 അല്ലേ. 45ഉം 30ഉം. അപ്പോൾ നമുക്ക് അറിയാം ഇത് എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലകളും വൃത്തത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ചതുർഭുജത്തിനെ ചക്രീയ ചതുർഭുജം എന്നാണ് പറയുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ ബി സി ഡി ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്ര കിട്ടും? 180 ആണല്ലോ. ആംഗിൾ എ നമുക്ക് 95 എന്ന് കിട്ടി. ആംഗിൾ സി മുഴുവൻ അറിഞ്ഞൂടാ, ഇത് മാത്രമേ അറിയാവുള്ളൂ 30 അല്ലേ. പ്ലസ് ഈ ആംഗിൾ ഏതാണ്? ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ എ സി ബി സമം 180. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 5 9 3 12 125 പ്ലസ് ആംഗിൾ എ സി ബി സമം 180 അല്ലേ. അപ്പോൾ ആംഗിൾ എ സി ബി സമം 180 നിന്ന് ഈ പ്ലസ് 125 സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് 125 ആവും? -125 ആവും. ഇത് കുറച്ചാൽ എന്ത് വരും? 5 5 10 2 1 3 3 5 8 അല്ലേ. 55 ഡിഗ്രി. ഇങ്ങനെ നേരിട്ട് കുറയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ സൈഡിൽ കുറച്ച് നോക്കിയാൽ മതി. 180 - 125. അപ്പോൾ നമുക്ക് 55 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ സി ബി 55 എന്ന് കിട്ടി. അപ്പോൾ എ ബി എന്ന കോഡ് ഈ വലിയ വൃത്തഭാഗത്ത് സിയുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എ സി ബിയും എ ബിയുടെ അറ്റങ്ങൾ ഡി എന്ന ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുന്ന ആംഗിൾ എ ഡി ബിയും തുല്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആംഗിൾ എ സി ബി 55 ആവുമ്പോൾ ആംഗിൾ എ ഡി ബിയും എന്ത് വരും? 55. ഇപ്പം നമുക്ക് എല്ലാ ആംഗിളും കിട്ടിയില്ലേ? ആംഗിൾ എ 95, ആംഗിൾ ബി 75, ആംഗിൾ സി 5 5 0 5 5 3 8 85. ആംഗിൾ ഡി എത്ര വരും? 55 50 5 105. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിളും കിട്ടി. ഇനി നമുക്ക് ഈ വികരണങ്ങൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പോയിൻ്റ് ഒ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ട്രയാങ്കിൾ എ ഒ ഡിയിലെ എല്ലാ കോണുകളും കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ 45 പ്ലസ് 55 പ്ലസ് ആംഗിൾ എ ഒ ഡി 180 ആണ്. അതിനകത്ത് നമുക്ക് ആംഗിൾ എ ഒ ഡി കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ഒ ഡി ഒരു ആംഗിൾ 55 ആണ്, ഒരു ആംഗിൾ 45 ആണ്. പിന്നെ നമുക്കറിയാത്ത ആംഗിൾ ഏതാണ്? ആംഗിൾ എ ഒ ഡി. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 180 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 5 5 10 1 ബാക്കി 5 1 6 6 4 10 100 പ്ലസ് ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ എ ഒ ഡി സമം 180 പ്ലസ് 100 സമത്തിനിപ്പുറം വരുമ്പോൾ എന്ത് 100ആയി? -100ആയി അല്ലേ. -100 ആണ്. അപ്പം 180ൽ നിന്ന് 100 കുറച്ചാൽ എത്രയാണ്? 80. അപ്പോൾ ആംഗിൾ എ ഒ ഡി എത്ര കിട്ടി?
80 ഡിഗ്രി കിട്ടി. ആംഗിൾ AOD ഈക്വൽ ടു 80. അപ്പോൾ ഈ ആംഗിൾ 80 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ BOCയും എന്തായിരിക്കും? 80 ആയിരിക്കും. അതേപോലെ ഈ ട്രയാംഗിൾ AOB, ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 50ഉം 30ഉം ആംഗിൾ AOBയും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അത് നമുക്ക് എഴുതാം. ഇൻ ട്രയാംഗിൾ AOB 50 പ്ലസ് 30 പ്ലസ് ആംഗിൾ AOB ഈക്വൽ ടു 180. 50, 30, 80. 80 പ്ലസ് ആംഗിൾ AOB ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ AOB സമയം എന്ത് വരും? 180 മൈനസ് 80 എത്രയാണ്? 100. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 100. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ COD. അപ്പോൾ അതും എത്ര ഡിഗ്രി ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിയല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏതു മൂലയിലെയും പുറംകോൺ എതിർ മൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. ഇത് എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഞാനിവിടെ ഒരു ചക്രീയ ചതുർഭുജം വരച്ചു. അതിന് ABCD എന്ന് പേര് കൊടുക്കുന്നു. അപ്പം ഞാൻ B എന്ന വെർട്ടെക്സിൽ നിന്നാണ് ഒരു ഔട്ടർ ആംഗിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് E എന്ന് പേര് കൊടുക്കുക. അപ്പോൾ B എന്ന വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിളാണ് വരച്ചിരിക്കുന്നത്. ഈ ആംഗിൾ ഏത് ആംഗിളിന് തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്? എതിർമൂലയിലെ, ഇതിൻ്റെ ബിയുടെ എതിർമൂല ഏതാണ്? ഇത് എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. അതായത് ആംഗിൾ ADCയും ആംഗിൾ CBEയും തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ അത് തെളിയിക്കാൻ നിങ്ങൾ നോക്കിക്കേ, ഈ ആംഗിളും ഈ ആംഗിളും എങ്ങനെയുള്ള ആംഗിൾസാണ്? ലീനിയർ പെയറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വരയെ വേറൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഇരുവശത്തുമുള്ള കോണുകളാണ് രേഖീയ ജോഡികൾ അഥവാ ലീനിയർ പെയർ. ഇവയുടെ തുക 180 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE എത്രയാണ്? 180 ഡിഗ്രി. ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് ഇക്വേഷൻ നമ്പർ 1. പിന്നെ ABCD ഒരു ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC എത്രയാണ്? 180 ഡിഗ്രി. ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും റൈറ്റ് ഹാൻഡ് സൈഡ് സമത്തിൻ്റെ വലതുവശം തുല്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടതുവശവും തുല്യമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE ഈക്വൽ ടു ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC. ഇവിടെ രണ്ടിടത്തും ആംഗിൾ ABC ഉണ്ടല്ലോ, രണ്ട് സൈഡിലും നമുക്ക് വെട്ടിക്കളയാം, ക്യാൻസലാക്കാം. അപ്പോൾ എന്ത് വരും? ആംഗിൾ CBE ഈക്വൽ ടു ആംഗിൾ ADC. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ CBEയും ആംഗിൾ ADCയും തുല്യമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് ചില കണക്കുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതായത് B എന്ന വെർട്ടെക്സിൻ്റെ പുറംകോൺ ഔട്ടർ ആംഗിളാണ് CBE. അപ്പോൾ Bയുടെ എതിർമൂലയിലുള്ള അകത്തക്കോൺ ആംഗിൾ D. ഈ രണ്ട് ആംഗിളും തുല്യമാണ്.